പേഷ്യൻറ്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ആ പേഷ്യൻറ്റിന് ഒരു ലങ് ക്യാൻസർ ആയിരുന്നു. ഇതിവിടെ കിടത്തിയ പ്രശ്നമല്ലേ, ഇവരെ ഷിഫ്റ്റ് ചെയ്യണ്ടേ, ഇത് ബുദ്ധിമുട്ടല്ലേ, ഓക്സിജനൊക്കെ കൊടുക്കണ്ടേ, ഇതൊക്കെ ഇങ്ങനെ കിടത്തി എങ്ങനെ ശരിയാവുക? അങ്ങനെ കൊണ്ടുപോയാൽ ഇത് ഹോമിയോപ്പതി മരുന്നിൻ്റെ എഫക്റ്റ് കുറയും. ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻ സിംറ്റം വേണമല്ലോ, ലക്ഷണം വേണം, നമുക്ക് ഡയഗ്നോസിസ് പോരാ. അപ്പോൾ ലക്ഷണങ്ങൾ വരണം. ലക്ഷണം സപ്രസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് എന്നാണ് ആൾ പറയുന്നത് ഓക്സിജൻ കൊടുത്താൽ പ്രശ്നമാണ്. ആ കുട്ടി അടുത്ത ദിവസം മരിക്കുകയാണ്. ഇത് നമ്മളുടെ കൈ കൊണ്ട് ഏതായാലും ഇത് ഉണ്ടാവാൻ പാടില്ല എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്ക് അന്ന് വരികയാണ്. ഈ ഹോമിയോയുടെ എഫക്റ്റ് എന്ന് പറയുന്നത് ആളുകൾ ഇപ്പോൾ സയന്റിഫിക് പ്രൂഫിനേക്കാളും കൂടുതൽ അയാളെ പറഞ്ഞു അനുഭവം ടെസ്റ്റിമോണിയൽസ്, പിന്നെ അതേപോലെ തന്നെയാണെന്നുണ്ടെങ്കിലും ഓരോ വിശ്വാസത്തിൻ്റെ ബേസിൽ അത് കഴിഞ്ഞു. അപ്പോൾ ഈ പ്ലസബോ എഫക്റ്റുകളാണ് കൂടുതൽ എന്നുള്ളത്. ഇപ്പോൾ അതായത് ഇപ്പോൾ ചിലപ്പോൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള ഇപ്പോൾ ചില സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് വിശ്വാസം ഉണ്ടായി, എൻ്റെ അനുഭവം ഉണ്ടായി എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലാണ് എഫക്റ്റ് വരുന്നതെന്ന് പറയുന്നത്. അതല്ലാണ്ടുള്ള വേറെ ഒരു ഇതുമില്ല. പക്ഷേ ഈ സെയിം പറയുന്ന ഈ പ്ലസ് ഓഫ് എഫക്റ്റ് തന്നെയാണെങ്കിൽ അലോപ്പതി ഇപ്പം നമുക്ക് ഞാൻ കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ ഡോക്ടറെ കണ്ടിട്ടുണ്ടെങ്കിൽ മാറിയെങ്കിൽ ജസ്റ്റ് ആ ഡോക്ടറെ കണ്ടാൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണെന്നുള്ളത്. അത് പക്ഷേ എല്ലാത്തിലും വർക്ക് ചെയ്യുന്ന ഒരു എഫക്റ്റ് തന്നെയല്ല. അല്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ മാത്രമാണോ, അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് ഇതിൽ വെച്ചും കൂടെ എന്താ പറയുക, ഇത് മാത്രമാണോ ഈ ഹോമിയോയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത്? പ്ലസീബോ എഫക്റ്റ് മാത്രമല്ല അസുഖം മാറുന്നതായിട്ട് ഹോമിയോപ്പതിയിൽ അനുഭവപ്പെടുന്നതിൻ്റെ കാരണം. നമ്മളതിനൊരു 8 കാരണങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതിലൊന്ന് മാത്രമാണ് ഈ പ്ലസീബോ എഫക്റ്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാരണം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. ഇപ്പോൾ സൈക്ലിക്കലായിട്ടുള്ള ഡിസീസസ്, പീരിയോഡിക്കലായിട്ട് വരുന്നത്, എപ്പിസോഡിക്കലായിട്ട് വരുന്നത്. അപ്പോൾ അതൊരു പീരീഡിൽ വരും, കുറേ നാളുണ്ടാവില്ല, പിന്നെയും വരും. അപ്പോൾ സീസണലായിട്ടൊക്കെ വരാം. പിന്നെ നമ്മളുടെ അതങ്ങനെ വരുന്നു. പിന്നെ നാച്ചുറൽ ഒരു റിഗ്രഷൻ, ചില അസുഖങ്ങൾ സെൽഫ് ലിമിറ്റിംഗ് എന്ന് പറയും, അത് വരും, കൂടും, തനിയെ കുറയും, അതിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ അതിൽ അങ്ങനെ എണ്ണുന്ന കൂട്ടത്തിൽ വരുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഒരു ബിലീവർ മെൻറ്റാലിറ്റി എന്ന് പറയും. ഓക്കെ, അതായത് നമുക്ക് ചിലപ്പോൾ ഒറിജിനലി ഗുണമൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷേ ആ ഡോക്ടറെ നമുക്ക് തള്ളിപ്പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ചികിത്സയെ നമുക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. ഹോമിയോപ്പതി വലിയ ഇഷ്ടമായിരിക്കും. അപ്പോൾ കുറേ നാൾ നമ്മൾ അതിന് കുറവില്ലെങ്കിലും കുറവുണ്ടെന്നൊക്കെ പറയും. ഇതും നമ്മൾ പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റീവായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് ചികിത്സയുടെ എഫക്റ്റീവ്നെസ്സിനെ ഡിസൈഡ് ചെയ്യരുതെന്ന് പറയുന്നതും അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡബിൾ ബ്ലൈൻഡ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ നടത്തണമെന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾക്ക് അറിയാൻ പറ്റില്ല ഇതിലേതാണ് മരുന്നില്ലാത്തതെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ അത് അറിയാൻ കഴിയുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഗുണമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്, ഇത് പറഞ്ഞു വെച്ച് പോകുന്നത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനാണ് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇത് അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. RCTs എന്ന് പറയുന്നത് റാൻഡമൈസ് കൺട്രോൾ ട്രയൽ നടത്തണമെന്ന് പറയുന്നത് അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അതാണ് അതിലൊരു പ്രശ്നം. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് എളുപ്പമല്ല ഇതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. ഈ അനുഭവ സാക്ഷ്യങ്ങളെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം നമുക്കൊരാളുടെ അനുഭവത്തെ റദ്ദാക്കാൻ കഴിയില്ല, അത് അയാളുടെ അനുഭവമാണ്. നമ്മൾ ചെയ്യുന്നത് എന്താണ്, ആ അനുഭവം അത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അത് വേറെ ആളുകൾക്കും അതേപോലെ അനുഭവം ഉണ്ടാക്കാൻ പറ്റുമോ, ഇതേപോലെ ചെയ്യുമ്പോൾ അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിലാണ് ഇതൊക്കെ ഫെയിലാവുന്നത്. അതായത് ഒരാൾക്ക് മാത്രം പെർട്ടിക്കുലർ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും മറ്റൊരാൾക്കാവുമ്പോൾ ചില സമയത്ത് ഉണ്ടാവണമെന്നില്ല. ഇല്ല, ഉണ്ടാവണമെന്നില്ല എന്നല്ല. അതായത് ഈ അനുഭവ സാക്ഷ്യത്തിൽ ഇയാൾ പറയുന്ന ഈ കുറയുന്നു എന്ന് പറയുന്ന സംഗതി, ആ അനുഭവത്തെ നമ്മൾ റിക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഇത് കഴിച്ചപ്പോൾ ഭേദമായി, അപ്പോൾ ഭേദമായത് ഇതുകൊണ്ട് തന്നെയാണോ എന്ന് റീചെക്ക് ചെയ്യുക. അതാണ് നമ്മളവിടെ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ സാറ് പറഞ്ഞു ഇത് കാരണം കുറേ പേർക്ക് ഇത് മാറി, അങ്ങനെ അതായി. ചിലവർക്ക് സിവിയർ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും, പ്രോപ്പർ ടൈം ഗോൾഡൻ ടൈമിൽ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ. അങ്ങനത്തെ സാറിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒരാൾ പ്രോപ്പർ ഈ ഒരു എന്താ പറയുക ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് മാത്രം എടുത്തുകൊണ്ടും ബാക്കി കറക്റ്റായിട്ടുള്ള വേറെ ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാത്തത് കൊണ്ടും എന്തെങ്കിലും സിവിയർ ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഹെൽത്തിന് എന്തെങ്കിലും രീതിയിൽ വളരെയധികം ബാധിച്ച പേഴ്സണൽ എക്സ്പീരിയൻസ് സാറ് കണ്ടിട്ടുണ്ട്? നമ്മൾ വേറെ ആളുകൾക്ക് ഉണ്ടായത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു IP ഫെസിലിറ്റി ഉള്ള സ്ഥാപനം നടത്തിയിരുന്നു പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ഒരു അനുഭവം തന്നെയാണ് നമുക്ക് ആ ഒരു തിരിച്ചറിവ് തന്നത്. പഠിക്കുന്ന കാലത്തായതുകൊണ്ട് അടി വാങ്ങണമെന്ന് നമ്മൾ സ്വയം ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇത് നമ്മളുടെ IP ഫെസിലിറ്റിയിൽ വേറെ ഡോക്ടേഴ്സിന് അവരുടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു നമ്മളുടെ ഈ ഫെസിലിറ്റിയിൽ. അപ്പോൾ അങ്ങനെ ഈ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തിയ വേറൊരു പ്രഗത്ഭനായ ഒരു ഹോമിയോ ഡോക്ടർ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റിനെ അവിടെ അഡ്മിറ്റ് ചെയ്തു. ആ പേഷ്യൻറ്റിന് ഒരു ലങ് ക്യാൻസർ ആയിരുന്നു. ഒരു വളരെ യങ് ആയിട്ടുള്ളൊരു ലേഡിയാണ്. അപ്പോൾ
അവർക്ക് വളരെ ബുദ്ധിമുട്ട് ഉള്ള സമയമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഡ്യൂട്ടി എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ മെയിൻ ഡോക്ടർ പറയുന്ന മരുന്ന് നമ്മൾ കൊടുക്കുക, മോണിറ്റർ ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർ രാത്രിയായപ്പോൾ എൻ്റെ ഡ്യൂട്ടിയുടെ സമയപ്പോൾ ഞാനും അവിടെ ചെല്ലുന്നു. അപ്പോൾ തൊട്ട് മുന്നേ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരുന്ന ആൾ അവിടെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളോടിങ്ങനെ പങ്കുവെക്കുമല്ലോ, ഇങ്ങനെ ഒരാൾ കിടപ്പുണ്ട്, ഇതാണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ പറയുന്ന സമയത്ത്. അപ്പോൾ ഞാനപ്പോൾ ആളോട് ചോദിച്ചു, ഇതിവിടെ കിടത്തിയ പ്രശ്നമല്ലേ, ഇവരെ ഷിഫ്റ്റ് ചെയ്യണ്ട, ഇത് ബുദ്ധിമുട്ടല്ലേ, ഓക്സിജനൊക്കെ കൊടുക്കണ്ട, ഇതൊക്കെ ഇങ്ങനെ കിടത്തി എങ്ങനെ ശരിയാവുക? നമ്മളുടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അന്നത്തെ നോളജ് വെച്ചിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ ഈ നമ്മുടെ കൂട്ടുകാരനായ ഈ കൊളീഗ് എന്താ പറയുന്നത്, ശരിയാണ്, ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ പക്ഷേ സമ്മതിക്കുന്നില്ല, അങ്ങനെ കൊണ്ടുപോയാൽ ഇത് ഹോമിയോപ്പതി മരുന്നിൻ്റെ എഫക്റ്റ് കുറയും, ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻ സിംറ്റം വേണമല്ലോ, ലക്ഷണം വേണം, നമുക്ക് ഡയഗ്നോസിസ് പോരാ. അപ്പോൾ ലക്ഷണങ്ങൾ വരണം, ലക്ഷണം സപ്രസ്ഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്നാണ് ആൾ പറയുന്നത്, ഓക്സിജൻ കൊടുത്താൽ പ്രശ്നമാണ്. നമ്മളിത് എവിടുത്തെ ന്യായമാണെന്നൊന്നും നമുക്ക് അന്ന് പിടിയിട്ടില്ല, ചോദിച്ച് അന്തം വിട്ട് നമ്മളിരുന്നു. അങ്ങനെ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങാൻ പോയി. ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ പേഷ്യൻറ്റിന് വളരെയധികം ഇത് വർദ്ധിക്കുന്നു, അവർ ആംബുലൻസ് വിളിക്കുന്നു, അവർ തന്നെ ആളെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. ആ കുട്ടി അടുത്ത ദിവസം മരിക്കുകയാണ് അവിടെ കിടന്നിട്ട്. അപ്പോൾ നമുക്കിത് ഭയങ്കര ഷോക്കിംഗ് ആവുക ഇതൊരു ഇങ്ങനെ കേൾക്കുമ്പോൾ. അപ്പോഴും നമ്മൾ ആലോചിക്കുന്നത്, ഇത് വേറെ ഏതെങ്കിലും ഒരു മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലായിരുന്നുണ്ടെങ്കിൽ അത് തല്ലി പൊളിച്ചിട്ടുണ്ടാവും, നിങ്ങൾ അനാസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പൊളിക്കും. ഇതൊന്നും ഉണ്ടായില്ല, പക്ഷേ ആൾ മരിക്കുന്നു. അപ്പോൾ അന്ന് നമ്മൾ തീരുമാനിച്ചാണ്, ഇതിനെന്തോ കുഴപ്പമുണ്ട്, ഇതിങ്ങനെയല്ല എന്നുള്ളത് അന്നേ മനസ്സിലാവും. ഇത് നമ്മളുടെ കൈ കൊണ്ട് ഏതായാലും ഇതുണ്ടാവാൻ പാടില്ല എന്നൊരു നിർബന്ധ ബുദ്ധി നമുക്ക് അന്ന് വരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കെയർഫുള്ളായിരുന്നു. ഇങ്ങനെ എന്ത് വന്നു കഴിഞ്ഞാലും അതിന് നമുക്ക് മടിയുണ്ടായിരുന്നില്ല. പിന്നെ റെഫർ ചെയ്ത് വിടും. പിന്നെ അങ്ങനെ റെഫർ ചെയ്യുന്നതുകൊണ്ട് ചില മോഡേൺ മെഡിസിൻ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സുമായിട്ട് നമുക്ക് ബന്ധമുണ്ടായിരുന്നു, ചില ആളുകളായിട്ട്. അപ്പോൾ അവരും അത് ഹെൽപ്പ് ചെയ്യും. അവർക്കും അത് ഗുണമാണ്. കാരണം പലപ്പോഴും അവരുടെ സമയം ഉണ്ടാവില്ല. അപ്പോൾ അവർ പെട്ടെന്ന് മിസ്സാവാൻ സാധ്യതയുള്ള സംഗതികൾ പോലും ചിലപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് പറയുന്നുണ്ട്, അവർക്ക് പണി എളുപ്പമാവും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കങ്ങനെ പേഴ്സണലി എക്സ്പീരിയൻസ് ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരുന്നു എന്നുള്ളതാണ്. ഈ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനത്തെ കുറേ അബദ്ധങ്ങളും കുറേ കാര്യങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിൻ്റെ ശരിയായ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ലാക്കും ബാക്കിയുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഇവൻ ഈ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നില്ല, കാരണം അങ്ങനത്തെ ഇതല്ല, ബട്ട് പ്രോപ്പറായിട്ട് മറ്റ് ട്രീറ്റ്മെൻറ്റ്സ് ഒന്നുമില്ലെങ്കിൽ ഇഷ്യൂസ് പേഷ്യൻസിനെ അവെയർ ചെയ്യേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലേ. അതല്ലാതെ ഓക്കെ ഇങ്ങനെയാണ്, ഓക്കെ എൻ്റെ ഞാൻ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറാണ്, അപ്പം അതുകൊണ്ട് എന്നെ വിശ്വസിക്കണമെങ്കിൽ ഞാൻ ഈ കാര്യം മറച്ചു വയ്ക്കണം എന്ന് പറയുന്നത് ആ ഒരു ആറ്റിറ്റ്യൂഡ് ശരിയാണോ, അല്ലെങ്കിൽ ഇത് റെസ്പോൺസിബിലിറ്റിയാണ്, പക്ഷെ ഇത് അവർ മനഃപൂർവ്വം മറച്ചു വെക്കുന്നതല്ല. അതാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ ഈ മദ്രസ പഠിക്കുന്ന എഫക്റ്റാണ്. ഇത് നമ്മളെ തലയിലിരിക്കും. നമ്മൾ പിന്നെ ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് എന്തും ചിന്തിക്കുകയുള്ളൂ. ഇതിന് വിരുദ്ധാഭിപ്രായം പറയുന്നത് മുഴുവൻ ജൂതനാണ്, അല്ല മരുന്ന് മാഫിയാണ്, അങ്ങനെ വരുള്ളൂ ഇത്. അപ്പോൾ ആ ചിന്ത അവിടെ മരവിച്ചെടുക്കുക, മറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അവിടെയാണ് ഈ പ്രശ്നം ഞാൻ പറയുന്നത്. നമുക്കത് ഓവർകം ചെയ്യാൻ കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് വശം ചിന്തിക്കുന്നത്. ഈ സ്കെപ്റ്റിക്സ് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാൻ തോന്നിയത് അതുകൊണ്ടാണ്. അതല്ല, ഇതെല്ലാം ഇങ്ങനെ മരുന്ന് മാഫിയക്കാർ പറയണതാണെന്ന് പറഞ്ഞ് നമ്മൾ തളച്ചിട്ടിരിക്കുകയാണ്. അതാണ് ഇതിൽ അപകടം വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പ്രശ്നം നമ്മളിപ്പോൾ ഈ പബ്ലിഷ് ചെയ്ത പേപ്പറിൽ CCRHൻ്റെ ബോഡി അവരുടെ ലെറ്റർ വന്നു എന്ന് പറയുന്നതിൽ പോലും അവരെഴുതിയിരിക്കുന്ന മണ്ടത്തരങ്ങൾ ഇതൊക്കെയാണ്. ഇതൊരു ഒഫീഷ്യൽ ജേണലിലേക്ക് എഴുതി പബ്ലിഷ് ചെയ്യാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെയാണ് അവർ ഉയർത്തുന്ന വാദങ്ങൾ. അത് മനഃപൂർവ്വമാണ്, ഹോമിയോപ്പതിയെ കരിവാരി തേക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഗൂഢശ്രമമാണ് എന്നൊക്കെ ജേണലിൽ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുമായിട്ട് എന്താ ബന്ധം? നമ്മൾ വളരെ ഒബ്ജക്റ്റീവായിട്ട് കണ്ട കാര്യങ്ങൾ, തെളിവുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ റിഫ്യൂട്ട് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് എങ്ങനെയാണ് അവർക്ക് ആ റെസ്പോൺസിബിലിറ്റി അവിടെ നിറവേറ്റാൻ കഴിയുക? അതിന് ഈ ബോധ്യമാണ് വേണ്ടത്. ആ ബോധ്യം ഉണ്ടാവണമെങ്കിൽ എന്താ വേണ്ടത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് പറ്റണം. ചിന്തയാണ് അവിടെ തടസ്സപ്പെടുത്തിയിട്ടിരിക്കുന്നത്. അത് കോളേജിൽ നിന്ന് തുടങ്ങും. അതാണ് ഈ കോളേജ് BHMSന് നിങ്ങൾ ചേർക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മദ്രസയിൽ ചേർക്കുന്നതിന് തുല്യമാണ്. അവിടെ നിന്ന് തീരുകയാണ്. നിങ്ങൾ 12ാം ക്ലാസ് വരെ പഠിച്ച ശാസ്ത്രം പിന്നെ ചവറ്റുകുട്ടയിലാണ്. പിന്നെ അവിടെ നിന്ന് നിങ്ങൾ പഠിക്കുന്നത് മുഴുവൻ ഈ മന്ത്രവാദം സ്റ്റൈൽ സാധനങ്ങളാണ്. അതിൽ പെട്ടുപോവാണ് ആളുകൾ, കുട്ടികൾ പെട്ടുപോവാണ്. അവർ പിന്നെ ജീവിതകാലം മുഴുവൻ ഇതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ആളുകളായിട്ട് മാറുകയാണ്. ഇതിനെ സാധാരണ ഒരാളിപ്പോൾ ഒരു എഞ്ചിനീയർ ആവുന്നത് എന്തിനാ? B.Tech പഠിച്ച സാധനത്തിന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലല്ലോ, അയാൾ ജോലി എടുത്ത് ജീവിക്കാനല്ലേ.
അല്ലാതെ അയാൾ പഠിച്ച ഇക്വേഷൻ ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അയാൾ ജീവിതം ഒഴിഞ്ഞു വെക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു ഹോമിയോ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിക്കുന്നത്, അവൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവൻ കോളേജിൽ പഠിച്ച സാധനം ശരിയാണെന്ന് സ്ഥാപിക്കലാണ്. അതെങ്ങനെയാണ് ഒരു ഡോക്ടറുടെ ബാധ്യതയായിട്ട് വരുന്നത്? കാരണം അതില്ലാന്നുണ്ടെങ്കിൽ ഇവൻ്റെ പ്രൊഫഷൻ മുന്നോട്ട് പോകില്ല. അതാണ് ഇതിൻ്റെ വിഷയം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോളേജസിൽ, ഇപ്പോൾ ഈ ഹോമിയോപ്പതി പഠിപ്പിക്കുന്ന കോളേജസിലാണെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ശരിയായ ഇതുകളും അല്ലെങ്കിൽ അതിനൊരു സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതും ഇങ്ങനത്തെ. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പഠിക്കുന്ന അതെങ്ങനെ എടുക്കുക? ഇപ്പോൾ ടീച്ചർ നമ്മളോട് പറയൂ, മക്കളെ നിങ്ങൾ പഠിക്കുന്ന സാധനം തെറ്റാണെന്ന് പറയുന്നു തോന്നുന്നു, അങ്ങനെയാണോ? അവർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പക്ഷെ അവർ ഇൻഡിറക്ട്ലി ചില ക്ലൂസ് നമുക്ക് തരാറുണ്ടായിരുന്നു. അത് എല്ലാവർക്കും മനസ്സിലാവില്ല. അതാണ് ഈ വിഷയം. അതിലിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്നോടൊക്കെ ചില ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത്, ജന്മം ചെയ്ത എൻ്റെ കുട്ടികളെ ഞാനിതിന് വിടൂല എന്ന് പറയുന്നത് എൻ്റെ ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലിക്ക് ആവണമായിരുന്നത്, അതെല്ലാവർക്കും ക്ലിക്കായിട്ടില്ല. നമുക്കതൊന്ന് പിടികിട്ടി, ഇതിലെന്തോ കുഴപ്പമുണ്ടെന്നാണല്ലോ ടീച്ചർക്ക് അതല്ലേ പറയാൻ പറ്റുള്ളൂ. ടീച്ചർ ഈ ഗവൺമെൻറ് ശമ്പളം വാങ്ങുന്നത് ഈ ടീച്ചറായിട്ടല്ലേ, ഹോമിയോപ്പതി പഠിപ്പിക്കുന്ന ടീച്ചറായിട്ട് ഇരിക്കെ ഇതിനെതിരെ സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആൾ പറയുന്നതാണ്, എൻ്റെ കുട്ടീനെ ഞാൻ ഇതിന് വിടൂല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? വേറെ ആളുടെ കുട്ടീനെയും ഇതിനെ വിടരുതെന്ന് തന്നെയല്ലേ. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല. ഇത് ഇങ്ങനെയുള്ള ഇൻഡിറക്റ്റ് ക്ലൂസ് അവിടെ ഉണ്ട്. അതുപോലെ തിയറിയും പ്രാക്ടീസും രണ്ടാണ്. സംഗതി ഇതൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ പ്രാക്ടീസിൽ ക്ലച്ച് പിടിക്കുന്ന തിയറി മാറ്റി വെക്കണം എന്നാണ് ഞങ്ങൾക്കൊക്കെ ലാസ്റ്റ് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഞാനൊക്കെ അന്ന് ആലോചിച്ചു, പിന്നെ എന്തിനീ തിയറി പഠിച്ച് കഷ്ടപ്പെട്ട് പരീക്ഷയിൽ മാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ മെനക്കെട്ടത്. നമ്മളൊരു തിയറി, ഇപ്പോൾ മോഡേൺ സയൻസിൽ നമ്മളൊരു തിയറി പഠിച്ച് അതിനല്ലേ അപ്ലൈ ചെയ്യുന്നത്. അതിനകത്ത് ഫൈൻ ട്യൂണിങ് വേറെയാണ്. ഇത് തിയറി അങ്ങ് മാറ്റി വെക്കാനാണ് പറയുന്നത്, ഫൈൻ ട്യൂൺ ചെയ്യാനല്ല പറയുന്നത്. തിയറി മാറ്റി വെക്കുക. നിങ്ങൾ നേർപ്പിച്ച മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നാൽ ശരിയാവില്ല, നിങ്ങൾ മദർ ടിഞ്ചർ കൊടുക്കണം എന്നാണ് ഈ പറയുന്നത്. മദർ ടിഞ്ചർ ഈസ് നോട്ട് ഹോമിയോപ്പതി. ഇതാണ് അവിടുത്തെ വിഷയം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില ക്ലൂസ് അവർ ഇട്ട് തന്നിട്ടുണ്ട്. അതിന് പൂർണ്ണ നന്ദി നമ്മൾ അവരോട് എപ്പോഴും അറിയിക്കാറുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഇപ്പോൾ ഇതിനൊരു സയന്റിഫിക് ബാക്കപ്പിൻ്റെയും റിസർച്ചിൻ്റെയും പേർപ്പസ് ഉണ്ടെന്ന് വെച്ചപ്പോൾ കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതിൻ്റെ ടൈം. ശരി, ഇനിഷ്യേറ്റീവ് എടുത്തു എന്ന് തന്നെ വിചാരിക്കുക. എന്താ കണ്ടുപിടിക്കാനുള്ളതെന്ന് പറയും. എന്താണ് അവിടെ കണ്ടുപിടിക്കാനുള്ളത്? ഹോമിയോപ്പതി മരുന്ന് കൊടുത്തിട്ട് ഒരസുഖവും പോലും മാറിയതിനായിട്ടുള്ള തെളിവ് ഇത്ര കാലം, ഹാനിമാൻ മരിച്ചിട്ട് തന്നെ ഇത്ര വർഷമായി, 100-200 വർഷമാവുന്നു. എവിടെയെങ്കിലും ഒരു തെളിവ് ഹോമിയോപ്പതി മരുന്ന് കഴിച്ചതുകൊണ്ട് ഇന്ന അസുഖത്തിന് ഗുണമുണ്ട് എന്നുള്ളതിന് ഒരു തെളിവുണ്ടോ? ഈ അടുത്ത ദിവസം ഏതൊരു പേപ്പർ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില വാർത്തയൊക്കെ കണ്ടു. അതിനും പ്രശ്നമുണ്ട്. അതിനകത്ത് കൺട്രോളില്ല. അതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് ഇഷ്യൂ ഉണ്ട്. നമ്മൾ ഓൾറെഡി അത് ജേർണലിന് എഴുതിയിട്ടുണ്ട് നമ്മളുടെ ടീമിൽ നിന്ന്. അത് പബ്ലിഷ് ചെയ്ത് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയും. കാരണം ഇതാണ് ആ പ്രോസസ്സ്. അതാണ്, അവരൊരു ക്ലെയിം വെക്കുന്നു, നമ്മൾ അതിൻ്റെ കൗണ്ടർ ക്ലെയിം വെക്കുന്നു, അത് അവർ വെരിഫൈ ചെയ്യുന്നു, തെറ്റാണെങ്കിൽ റിട്രാക്ട് ചെയ്യും, നമ്മൾ കാത്തിരിക്കുക. അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതിനകത്ത് നമുക്ക് അവരെ വ്യക്തിയധിക്ഷേപം നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ റിട്രാക്ട് ചെയ്ത പേപ്പറിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സയൻറ്റിഫിക് റിപ്പോർട്ടിൽ വന്ന റെസ്റ്റോക്സിനെ കുറിച്ചുള്ള സ്റ്റഡിയെക്കുറിച്ച് പറഞ്ഞത്. ഇത് വന്നപ്പോൾ എല്ലാവരും സന്തോഷിച്ചു, പത്രത്തിൽ വാർത്ത വന്നു, ഭയങ്കര സംഭവമായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ അത് പോയി, റിട്രാക്ട് ചെയ്തു. അപ്പോൾ ഇതേപോലെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിനകത്ത് അവർ കൺട്രോൾ ഇല്ലാതെയാണ് സ്റ്റഡി. ഒരു മെഡിക്കൽ സ്റ്റഡിയുടെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ഇതുപോലെ ക്ലിനിക്കൽ അസസ്മെൻറ്റ് നടത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൺട്രോൾ ഉണ്ടാവുക എന്നുള്ളത്. അത് ഇതിനകത്തില്ല. പത്തനംതിട്ട സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് കോവിഡിൻ്റെ സമയത്ത് ഇവിടെ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു, അത് ഭയങ്കര എഫക്റ്റീവ് ആണെന്നാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കംപ്ലയിൻറ്റ് അതിന് കൺട്രോൾ ഇല്ല എന്നുള്ളതായിരുന്നു. എന്നിട്ട് അവരത് പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്നിട്ടാണ് അവരത് സയൻറ്റിഫിക്കാന്ന് പറയുന്നത്. അത് വെച്ചിട്ട് നമ്മളുടെ മന്ത്രി വരെ അതിനെ പൊക്കിയടിച്ച് നടന്നത്. അപ്പോൾ നമ്മളതിനെ റിഫ്യൂട്ട് ചെയ്ത് നമ്മളുടെ ടീമിൽ നിന്ന് ഒരുപാട് ആളുകൾ അതിനെതിരെ സംസാരിച്ച് പൊളിച്ചടുക്കി കൈ കൊടുത്തതാണെന്ന് തന്നെ പറയാം. ഒരു ഡോക്യുമെൻ്റ് വരെ ഇറക്കിയിരുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ കുഴപ്പം, 1, 2, 3 ഇമേജ് വരെ ഉണ്ടാക്കി നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതൊന്നും ആരും നോക്കുന്നില്ല. ഈ പോളിസി മേക്കിങ്ങിലുള്ള ആളുകളോ മന്ത്രിമാരോ ഇതൊന്നും കാര്യത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ ഞാൻ പറയുന്നത് റിസർച്ചൊക്കെ ചെയ്യണം, വേണ്ടതെന്നും പറയുന്നത്. എന്താണ് ചെയ്യാനുള്ളതെന്ന് പറയണ്ടേ? ഏത് ഏരിയയിൽ മരുന്ന് എഫക്റ്റീവാണ് എന്നുണ്ടെങ്കിലല്ലേ ഇത് അതിൽ എഫക്റ്റീവാണ് ഇതിൽ എഫക്റ്റീവാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ച പോലും ബാധകമാവുന്നുള്ളൂ. ഇപ്പോൾ നടക്കുന്നത് എന്താണ്? നാനോ ടെക്നോളജിയാണ് ഹോമിയോ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സ്റ്റഡീസാണ് ഇപ്പോൾ നടക്കുന്നത്. എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമാവണമെങ്കിൽ ഇത് വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ആദ്യം സ്ഥാപിക്കപ്പെടണം. എന്നാലാണ് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ളത് വരുന്നുള്ളൂ. ഇവിടെ ആദ്യത്തെ ചോദ്യം ഇപ്പോഴും അൺആൻസേർഡ് ആണ് 200 വർഷമായിട്ടും. പിന്നെ രണ്ടാമത്തെ ചോദ്യത്തിൽ പ്രസക്തിയില്ല. അത് ഇനി അഥവാ അവരിപ്പോൾ നാനോ ടെക്നോളജി ആണെന്ന് പറഞ്ഞാൽ തന്നെ നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ നമ്മളുടെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്,
എക്സ്റേ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്, ലൂണ എന്ന് പറഞ്ഞിട്ട് മരുന്നുണ്ട്, ഡൈനോസർ എന്ന് പറഞ്ഞിട്ട് മരുന്നുണ്ട്, ബെർലിൻ വാൾ എന്ന് പറഞ്ഞിട്ട് മരുന്നുണ്ട്, മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞിട്ട്. ഇതിലൊക്കെ എന്താണ് നാനോ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു തന്നാൽ മതി. ഞാനിപ്പോൾ തന്നെ ഹോമിയോ കലിമ ചെല്ലാൻ തയ്യാറാണ്. ഇതെന്നോ പറഞ്ഞു കൊടുത്തിട്ടുള്ള. അപ്പോൾ ഇത് നിങ്ങളൊരു തെളിവുണ്ടെന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആകണം ഹോമിയോപ്പതിയിൽ. അതില്ല. അപ്പോൾ എവിടുന്ന് മൂലയിൽ നിന്ന് ഇവിടുന്ന് എടുത്തിട്ട് ഇത് ശാസ്ത്രീയമാണ്, അവിടെ തെളിഞ്ഞ് പറഞ്ഞാലൊന്നും ശരിയാവില്ല. നാനോ പാർട്ടിക്കിൾ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയൊക്കെ അസസ് ചെയ്തിട്ട് ബെൽജിയം സ്റ്റഡി അത് റിപ്പീറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത് തെറ്റാണെന്ന് തെളിഞ്ഞതാണ്. ഈ തെറ്റാണെന്ന് തെളിഞ്ഞ സാധനം ഇവർ പറയില്ല. അപ്പോൾ അതിന് മുന്നേ ഉള്ളത് മാത്രം പ്രസിദ്ധപ്പെടുത്തി നടക്കുകയാണ്. അതാണ് ഇതിലെ പ്രശ്നം വരുന്നത്. എന്നാലും പോട്ടെ, നമ്മൾ ചോദിക്കണത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ഈ മൊബൈൽ ഫോൺ 30 എന്നൊക്കെ പറഞ്ഞിട്ട് മരുന്നുണ്ട്. അതിനകത്ത് നാനോ പാർട്ടിക്കിൾ എങ്ങനെ ഇരിക്കണമെന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി. അതേ നമ്മൾ ചോദിക്കണുള്ളൂ. ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ല. പറഞ്ഞു തന്നാൽ ഇപ്പോഴും നമ്മൾ ഹോമിയോ റീസ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണ്. ഈ ഹോമിയോയിലാണെന്നുണ്ടെങ്കിൽ ആൾട്ടർനേറ്റീവ് മെഡിസിൻസും അങ്ങനത്തെ പറയുന്ന കാറ്റഗറി ആണെങ്കിലും ഇനി എന്താ പറയുക, പ്രത്യേകിച്ച് എഫക്റ്റുകളും കാര്യങ്ങളും കൊണ്ട് തന്നെ ഒരു പെർസെൻറ്റേജും റിസർച്ചിനും ഫെർദർ ആയിട്ടുള്ള ഒരു ഡെവലപ്പിനും ഒരു സാധ്യതയും ഇല്ലാതെ തന്നെയാണ്. സാധ്യതയില്ല. അത് തെളിവ്, അതായത് എഫക്റ്റീവ് ആണെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നല്ല ഈ പറയുന്നത്. എഫക്റ്റീവ് അല്ല എന്ന് തെളിഞ്ഞു എന്നാണ് ഈ പറയുന്നത്. അത് രണ്ടാണ്. ഓക്കെ, എഫക്റ്റീവ് ആണെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തോ കുഴപ്പം കൊണ്ട് നമുക്ക് പറ്റാത്തതാണെന്നാണ് വരിക. അതല്ല, എഫക്റ്റീവ് അല്ല എന്ന് തെളിയിച്ചിരിക്കുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഫണ്ടിങ് നിരോധിക്കുന്നത്, ഫണ്ടിങ് നിർത്തിയത്. അതുകൊണ്ടാണ് ഇത് ഗവൺമെൻറ്റ്സ് അത് തള്ളി പറയുന്നത്. ഓക്കെ, അത് രണ്ടാണ്. അത് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അതേപോലെ തന്നെ സർ, പക്ഷേ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ മീഡിയയിലാണെന്നുണ്ടെങ്കിൽ കുറേ ഇൻഫ്ലുവൻസേഴ്സ് അവരാണെന്നുണ്ടെങ്കിലും ഇതിനെ കുറച്ചും കൂടെ ഹൈപ്പിലും ഇതുമായിട്ടാണ് കാണിക്കുന്നത്. കാരണം മീഡിയയ്ക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും പല ആളുകളെയാണ്. അപ്പം അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസ് ഇപ്പം, കാരണം ഒരു പരിധി വരെ കുറേ പേര് ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇങ്ങനത്തെ കുറേ ഇൻഫ്ലുവൻസിൻ്റെ ബേസിസാണ്. അപ്പം അങ്ങനെയുള്ളതിനെ കുറിച്ച് സാറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ? ഈ നാട് കുട്ടിച്ചോറാക്കുന്നതിൽ വലിയ പങ്ക് മീഡിയയ്ക്കുണ്ട്. ഓക്കെ, ഇവിടെ ഈ അന്ധവിശ്വാസം വളർത്തിയത് മുഴുവൻ മീഡിയ തന്നെയാണ്. നിങ്ങൾ മീഡിയ പത്രം, മനോരമ പത്രം എടുത്ത് അതിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ഉണ്ടാവും എന്താണ്, സുമംഗലി യന്ത്രം, ഇതുപോലുള്ള പരസ്യം കൊടുക്കും. ഇത് എഫക്റ്റീവാണെന്ന് നോക്കിയിട്ടാണോ നിങ്ങൾ പരസ്യം കൊടുക്കുന്നത്? അല്ലല്ലോ. അപ്പോൾ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വേറെ തന്നെയാണ്. അവരുടെ ലക്ഷ്യം നാട് നന്നാക്കണം എന്നുള്ളതൊന്നും അല്ല എന്ന് പണ്ടേ നമുക്ക് മനസ്സിലായിട്ടുള്ള. ജെനുവിനായിട്ടുള്ള പറയേണ്ട കാര്യം മാത്രമേ പറയുള്ളൂ എന്നാണെന്നുണ്ടെങ്കിൽ പല പത്രത്തിൻ്റെ പേജും ഒഴിച്ചിടേണ്ടി വരും. ഇതാണ് പത്രങ്ങളുടെ അവസ്ഥ. അപ്പോൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ഇതുപോലുള്ള വിഷയം ഇപ്പോൾ സുമംഗലി യന്ത്രം പോലെയല്ല ഈ സാധനം, അല്ലെങ്കിൽ മറ്റെന്താണ് അങ്ങനത്തെ ധനാകർഷണ യന്ത്രത്തിൻ്റെ പരസ്യം കൊടുക്കുന്ന പോലെയല്ല ഇത് ആളുകളുടെ ആരോഗ്യത്തിനെ നശിപ്പിക്കുകയും കുട്ടികളുടെ തൊഴിൽ മേഖലയെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ഒരു തൊഴിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് അവർ ഭാവി നശിപ്പിക്കുകയും പൊതുപണം വേസ്റ്റേജ് ഉണ്ടാക്കുന്നതിന് ആ വഴിവെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണിത്. ഇത് സംബന്ധിച്ചിട്ടുള്ള വാർത്ത കൊടുക്കുമ്പോഴെങ്കിലും ഒരു ബോധം, ഒരു മാധ്യമധർമ്മം ഉയർത്തിപ്പിടിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷേ ഇവിടെ അത് കാണുന്നില്ല. ഇവിടെ ഇപ്പോൾ തക്കാളിയിൽ നിന്ന് എന്തോ മരുന്ന് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് വലിയ ആഘോഷമാണ്. സത്യത്തിൽ അങ്ങനെ ഉണ്ടോ ഇല്ലേ, എന്താണ് അതിൻ്റെ വസ്തുത, ഇതൊന്നും ആരും അന്വേഷിക്കാൻ നിൽക്കാറില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. സാറിൻ്റെ ജേർണി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു വിശ്വാസം, അല്ലെങ്കിൽ ഹോമിയോപ്പതി കംപ്ലീറ്റ്ലി ഇതിനെ കുറിച്ചെല്ലാം ഡൗട്ട്, അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് ടോട്ടൽ ഒരു ജേർണിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജേർണി ആണെന്നുണ്ടെങ്കിൽ സാറിന് അതിലൂടെ സാറിന് ഉണ്ടായിട്ടുള്ള ലൈഫ് ചേഞ്ചസും ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സും അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളും എന്തൊക്കെ രീതിയിലാണ് സാറിന് പേഴ്സണലി അതൊരു മാറ്റമുണ്ട്? ഈ ഹോമിയോപ്പതിയുടെ പ്രശ്നം നമ്മൾ അന്വേഷിച്ചിറങ്ങി അത് നമ്മളെ കൊണ്ടെത്തിച്ചത് ഈ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്നൊരു വിഷയത്തിലേക്കാണ്. സയൻറ്റിഫിക് ടെമ്പറിലേക്ക് എത്തിച്ചപ്പോൾ നമ്മളെ കൊണ്ടെത്തിച്ചത് മതനിരാസത്തിലേക്കുമാണ്. കാരണം ഇത് ഏതിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മളൊരു കാര്യത്തെ കാണേണ്ടത് എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഔട്ട്ലുക്കിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കി. നമ്മളിങ്ങനെ ഒരാൾ പറഞ്ഞതുകൊണ്ട് അത് ശരിയാവുന്നില്ല, ഒരു വലിയൊരാൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ശരിയാവുന്നില്ല, ചെറിയൊരു കുട്ടി പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് തെറ്റാവുന്നില്ല. പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ ഈ ജനാധിപത്യ ആ ഒരു പ്രോസസ്സിലൊക്കെ നമുക്ക് കുറേ കൂടി വിശ്വാസം വരികയാണ് ചെയ്തത്. ഇങ്ങനെയുള്ള ചർച്ചകൾ, ഡിസ്കഷൻസ്, അതിനകത്തൊക്കെ ആളുകളോട് സംസാരിക്കുന്നതിനൊക്കെ ഉള്ള റെലവൻസ് കൂടുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ അത് ഒരു കാര്യം. രണ്ടാമത്തെ പേഴ്സണൽ ലൈഫിലുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ നമുക്ക് കുറേ കൂടി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വിഷയങ്ങളാണെങ്കിലും നമ്മളിങ്ങനെ ഒരു ഇരുട്ടുമുറിയിലിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്താവും എന്നുള്ളതിനെക്കുറിച്ചൊന്നും ധാരണയില്ലാതെ എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾ രക്ഷിക്കും എന്നുള്ളൊരു ധാരണയിൽ പോകുന്നിടത്തുനിന്ന് മാറിയിട്ട് നമ്മൾ സൂക്ഷിച്ചാൽ നമുക്കതുകൊണ്ട് ഗുണമുണ്ടാവും എന്നുള്ളൊരു ലെവലിലേക്ക് വരും.
മറ്റേത് അങ്ങനെയല്ലല്ലോ, നമ്മൾ നോക്കിയിട്ട് എന്താ കാര്യം എന്നുള്ളൊരു ചിന്തയിലാണ്. ഇതങ്ങനെയല്ല, നമ്മൾ നോക്കിയാൽ കുറേ ഗുണം നമുക്ക് വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കും. അതിപ്പോൾ ചില അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ മോണിറ്റർ ചെയ്യുന്നതായാലും എക്സസൈസ് ചെയ്യുന്നതായാലും ഒക്കെ അതിൽ പെടുന്നതാണ്. അങ്ങനെയുള്ളൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് മൊത്തത്തിൽ. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നമ്മൾ കുറേ കൂടി ഗ്രൗണ്ടഡായി. മറ്റേത് നമ്മൾ നമുക്കെല്ലാത്തിനെയും കുറിച്ച് അറിയാം, ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരാണെന്നുള്ള ലെവലിലാണ് നമ്മൾ പോയിരുന്നത്. അതല്ല, നമ്മൾക്ക് അറിയുന്ന പോലെ ബാക്കിയുള്ള ആളുകൾക്കും അറിയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു ഡിസ്കഷൻ വ്യൂ പോയിന്റ്, അതിനുള്ള സാധ്യത നമ്മളിങ്ങനെ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്ന പോലെയാണ് വരിക. അതൊരു നല്ലൊരു യാത്രയായിട്ടാണ് തോന്നാറ്. ഫൈനലായിട്ടൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് സാറിന് എന്താണ് പറയാനുള്ളത്? ഏറ്റവും മിനിമം നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, വാട്ട് ഈസ് ഹോമിയോപ്പതി, വാട്ട് ഈസ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ. അത് ഒരു കാര്യം അതാണ്. സ്യൂഡോ സയൻസ് എന്ന് പറയുന്ന ഒരു സാധനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുക. നമ്മളിപ്പോൾ നിങ്ങൾ അത് ചെയ്യണം വേണ്ട എന്നൊക്കെ പറയാതെ ചെയ്യരുതെന്ന് തന്നെയാണ്. പക്ഷെ അതെന്തുകൊണ്ട് ചെയ്യരുതെന്നുള്ളത് നിങ്ങൾ അറിയാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെ ആരിഫ് ഹുസൈൻ പറഞ്ഞു അതുകൊണ്ട് അങ്ങനെയല്ല. എന്തുകൊണ്ട് ഹോമിയോപ്പതി പഠിക്കരുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പറയാൻ കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത് അൺസയൻറ്റിഫിക് ആണ്, ഇത് പബ്ലിക് മണി വേസ്റ്റേജ് ആണ്, ഇത് ഒരു ഗുണമില്ലാത്ത സംഗതിയാണ്, ലോകം തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്, ഇത് എഫക്റ്റീവ് ആണെന്നുള്ളതിന് ഇതുവരെ തെളിവ് ഇല്ല, എഫക്റ്റീവ് അല്ല എന്ന് തെളിയിച്ചു. ഇങ്ങനെയൊക്കെയുള്ള സാധനം നിങ്ങൾ ഒരു ലെജിറ്റിമേറ്റ് ഡിഗ്രി ആയിട്ട് എടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്, ഈ ഇന്ന കാരണങ്ങൾ കൊണ്ട്. അതേപോലെ നിങ്ങൾക്കത് സ്വയം ബോധ്യപ്പെടണം, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഘട്ടത്തിലൊക്കെ തോന്നിയേക്കാം ഇതിനേക്കാൾ നല്ലത് അതാണ്, അങ്ങനെ തോന്നുന്ന ആളുണ്ട്. ഇപ്പോൾ പല മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സാണ് ഇതിൻ്റെയൊക്കെ വക്താക്കളായിട്ട് വരുന്നത്. ഇപ്പോൾ ഹെഗ്ഡെ പോലെയൊക്കെയുള്ള ആളുകൾ ഇതിൻ്റെ വലിയ ആളുകളാണ്. അപ്പോൾ എങ്ങനെയാണ് പറയുന്നത്, ഞാനൊരു കാർഡിയോളജിസ്റ്റ് ആയിരുന്നു, ഇപ്പോൾ അയാൾ ഹോമിയോപ്പതിയുടെ ആളാണെന്നാണ് പറയാം. കാർഡിയോളജിസ്റ്റായ ആൾക്കും മണ്ടത്തരം പറയാം, ഇതേ നമ്മൾ പറയണുള്ളൂ. നോബൽ പ്രൈസ് കിട്ടി എന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മണ്ടത്തരം പറയില്ല എന്നുള്ളതൊന്നുമല്ല. അത് മണ്ടത്തരം ആർക്ക് വേണമെങ്കിലും പറയാം, അത്രയും നമ്മളതിനകത്ത് പറയണുള്ളൂ. അപ്പോൾ ആ ഒരു തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു ലെവലിൽ അറിയാൻ ശ്രമിക്കുക. ഇന്ന് അതിനുള്ള വഴികളുണ്ട്. അതിൽ ആദ്യത്തെ വഴി ഗൂഗിളാണ്. പിന്നെ ഇപ്പോൾ ചാറ്റ് GPT പോലുള്ള സാധനങ്ങളുള്ളപ്പോൾ ചുമ്മാ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അതാണ് അതിൽ ഏറ്റവും മിനിമം. അപ്പോൾ സ്യൂഡോ എന്നുള്ള വാക്ക്, കപടം, ഫേക്ക് എന്നുള്ളൊരു വാക്ക് കണ്ട ഓടി ഒളിച്ചേക്കുക എന്നുള്ളതാണ്.